ഇതുവരെ ഒരു മന്ത്രിസ്ഥാനവും വഹിക്കാതെയാണ് പറവൂരിന്റെ എംഎൽഎ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. കേരളത്തിന്റെ ഭരണത്തലപ്പത്തേറുമ്പോൾ വി.ഡി. സർക്കാരിനെ കാത്തിരിക്കുന്നത് അത്ര ശുഭകരമല്ലാത്ത സാഹചര്യങ്ങളാണ്. താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമിടയിലുള്ള സ്വീകാര്യതയാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത്. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ.എസ്.യുവിലൂടെയാണ് വി.ഡി. തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. തോൽവിയോടെയായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവയ്പ്. 1996-ൽ പറവൂർ മണ്ഡലത്തിൽ സിപിഐ സ്ഥാനാർത്ഥി പി. രാജുവിനോട് പരാജയപ്പെട്ടെങ്കിലും പിന്നീട് 2001 മുതൽ അങ്ങോട്ട് പറവൂർ വി.ഡിക്കൊപ്പം ഉറച്ചുനിന്നു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് നേടിയ 41 സീറ്റുകളിൽ 21 എണ്ണമായിരുന്നു കോൺഗ്രസ് നേടിയത്. 5 വർഷത്തിനിപ്പുറം വി.ഡിയുടെ സംഘടനാ മികവും വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനവും യു.ഡി.എഫിന് 102 സീറ്റെന്ന ചരിത്ര വിജയം നേടിക്കൊടുത്തു. കഴിഞ്ഞ 5 വർഷങ്ങളിൽ സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും അത് കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും വി.ഡിക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഭരണത്തലപ്പത്തേറുമ്പോൾ വി.ഡി. സർക്കാരിനെ കാത്തിരിക്കുന്നത് അത്ര ശുഭകരമായ സാഹചര്യങ്ങളല്ല. ഉയർന്ന കടം, തകരുന്ന സാമ്പത്തിക സ്ഥിതി തുടങ്ങി നിലവിൽ പുതിയ സർക്കാരിനു മുന്നിൽ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പദ്ധതികൾ സർക്കാർ എങ്ങനെ നടപ്പാക്കുമെന്നും സംസ്ഥാനം ഉറ്റുനോക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ഉത്തേജിപ്പിക്കാൻ പുതിയ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതും പ്രധാനമാണ്. ഉയർന്ന തൊഴിലില്ലായ്മ, ഉയർന്ന റവന്യൂ കമ്മി, ക്ഷാമബത്ത കുടിശ്ശിക എന്നിവയൊക്കെ സർക്കാർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളാണ്. ബജറ്റിനപ്പുറത്തേക്ക് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പണം കണ്ടെത്താൻ ഇടതു സർക്കാർ കൊണ്ടുവന്ന കിഫ്ബിയിൽ ഉൾപ്പെടെ സർക്കാർ എന്ത് തീരുമാനമാകും നടപ്പാക്കുക, നികുതിയിതര വരുമാനമുയർത്താൻ പുതിയ സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും തുടങ്ങിയവയെല്ലാം ഈ സർക്കാരിന് നിർണായകമാകും. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.